കോഡ് മലയാളം ഇന്റർവ്യൂ സീരീസിൽ നമുക്ക് ഇപ്പോൾ ഒരു ജാവാസ്ക്രിപ്റ്റ് ക്വസ്റ്റൻ നോക്കാം. ക്വസ്റ്റൻ ഇതാണ്: എന്താണ് ഗാർബേജ് കളക്ഷൻ? അതിനൊപ്പം തന്നെ ചേർത്ത് പറയാവുന്ന ക്വസ്റ്റൻസ് ആണ്: എന്താണ് മെമ്മറി ലീക്ക്, പിന്നെ അതുപോലെ തന്നെ എന്താണ് വീക്ക് സെറ്റ്, വീക്ക് മാപ്പ്. സോ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഡാറ്റയ്ക്ക് ഒരു നിശ്ചിത മെമ്മറി എടുക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഏതെങ്കിലും ഒരു പോയിന്റിനകത്ത് ആ മെമ്മറി ഫ്രീയും ചെയ്യണം. ഓക്കെ, സോ അതിനാണ് മെമ്മറി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റിലൊക്കെ ഇതിലെ മെമ്മറി മാനേജ്മെന്റ് അവൻ വൃത്തിക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യും. നമ്മൾ പ്രത്യേകിച്ച് അതിനെ കുറിച്ച് ബോധരേണ്ട ആവശ്യമേ ഇല്ല. ചില സമയത്ത് നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ട് ഉപയോഗമില്ലാത്ത വാല്യൂസും നമ്മളുടെ മെമ്മറി തന്നെ കിടക്കും. അതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അതിനെയാണ് മെമ്മറി ലീക്ക് എന്ന് പറയുന്നത്. രണ്ട് രീതിയിലുള്ള മെമ്മറിയാണ് മെയിൻ ആയിട്ട് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഉണ്ടാവുക. അതിലൊന്നാണ് സ്റ്റാക്ക്, മറ്റേതാണ് ഹീപ്പ്. നമ്മളൊരു ഫംഗ്ഷനിൽ ഡിക്ലെയർ ചെയ്യുന്ന ലോക്കൽ വേരിയബിൾസിലെ വാല്യൂസ് എല്ലാം പോകുന്നത് സ്റ്റാക്കിലോട്ടാണ്. സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരറ്റത്ത് നിന്ന് ഇങ്ങനെ മെമ്മറി അലോക്കേറ്റ് ചെയ്ത് പോകാം. പക്ഷെ ഫ്രീ ചെയ്യണ സമയത്ത് ഏറ്റവും അവസാനം അലോക്കേറ്റ് ചെയ്താണ് ഫ്രീ ചെയ്യുക. നേരെ മറിച്ച് അറേ ഒബ്ജക്റ്റ് പോലുള്ള നോൺ പ്രിമിറ്റീവ്സ് ആണെങ്കിൽ അതിന്റെ റെഫറൻസ് മാത്രമേ ലോക്കൽ വേരിയബിളിൽ ഉണ്ടാവത്തുള്ളൂ, അതായത് സ്റ്റാക്കിൽ ഉണ്ടാവത്തുള്ളൂ. അതിന്റെ യഥാർത്ഥ വാല്യൂ കിടക്കുന്നത് ഹീപ്പിലാണ്. ഹീപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റാക്കിനെ പോലെയല്ല. ഹീപ്പിന്റെ ഏത് ഭാഗത്ത് നിന്ന് വേണമെങ്കിൽ നമുക്ക് മെമ്മറി അലോക്കേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ മെമ്മറി റിലീസ് ചെയ്യുന്നതും അങ്ങനെ ഓർഡറൊന്നും ആയിരിക്കില്ല. ഏതാ ഉപയോഗം കഴിഞ്ഞ് വെച്ചാൽ അത് റിലീസ് ചെയ്യാം. നമുക്ക് സ്റ്റാക്കിന്റെ ഒരു എക്സാമ്പിൾ നോക്കാൻ നമുക്കൊരു ഫംഗ്ഷൻ എടുക്കാം. ഇതിനകത്ത് രണ്ട് വേരിയബിളുകൾ ഉണ്ട്. ഇതിന്റെ രണ്ടിന് സം കാണാൻ നമുക്ക് വേറൊരു ഫംഗ്ഷൻ ഉണ്ടാക്കി. സോറി, ഈ കോൺസ്റ്റ് ഇവിടെ ആവശ്യമില്ല, ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിയതാണ്. അതിലാണ് സം ചെയ്യാം, എന്നിട്ട് റിസൾട്ട് നമുക്ക് റിട്ടേൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ മെയിനിൽ നിന്ന് നമുക്ക് ഈ സം വിളിക്കാം. ഈ ഫംഗ്ഷൻ എഴുതുമ്പോഴല്ല, ഫംഗ്ഷൻ കോൾ നടക്കുമ്പോഴാണ് മെമ്മറിയൊക്കെ അലോക്കേറ്റ് ചെയ്യുക. സോ ഫസ്റ്റ് മെയിൻ വിളിച്ചു. ഇതിനകത്ത് ABC എന്ന് പറഞ്ഞ 3 വേരിയബിളുകളുണ്ട്. ഈ 3 വേരിയബിളിന്റെ സ്പേസ് അവൻ സ്റ്റാക്കിൽ റിസർവ് ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൻ അടുത്ത സം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കുകയാണ്. സം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കുമ്പോൾ എന്ത് ചെയ്യും? അതിന്റെ സ്റ്റാക്കിന്റെ മെമ്മറി, അതിനകത്ത് ABC എന്ന് പറഞ്ഞ 3 വേരിയബിൾ ഉണ്ട്. സം A, സമ്മിലത്തെ B, സം C എന്ന് പറഞ്ഞ 3 വേരിയബിൾ ഉണ്ടാക്കുന്നു. എന്നിട്ട് റിട്ടേൺ ചെയ്യണം. എപ്പോൾ ഈ ഫംഗ്ഷൻ എക്സിക്യൂഷൻ കഴിയുന്നു, റിട്ടേൺ അടിക്കുന്നോ, ഈ മൊത്തം വാല്യൂ അവൻ ഡിലീറ്റ് ചെയ്യും. അങ്ങനെയാണ് ഇവൻ മെമ്മറി റിലീസ് ചെയ്യുന്നത്. സോ ഇത് പ്രിമിറ്റീവ്സിന്റെ കാര്യത്തിലാണെങ്കിലാണ് സ്റ്റാക്ക് ഉപയോഗിച്ചിട്ട് ജാവാസ്ക്രിപ്റ്റ് മെമ്മറി ഇങ്ങനെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. നോൺ പ്രിമിറ്റീവ് ആണെങ്കിൽ, അതായത് അറേ ഒബ്ജക്റ്റ് ഒക്കെ ആണെങ്കിൽ ഇത് നടക്കത്തില്ല. കാരണം നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നോൺ പ്രിമിറ്റീവ്സ് ആണെങ്കിൽ അവൻ ഈ വേരിയബിളിൽ അതിന്റെ റെഫറൻസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്, അതിന്റെ വാല്യൂ അല്ല. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് ഈ ഫംഗ്ഷൻ റിട്ടേൺ അടിക്കുമ്പോൾ ഇതിലുള്ള എല്ലാ വേരിയബിളും അവൻ ഡിലീറ്റ് ചെയ്ത് കളയും. സോ സ്റ്റാക്കിൽ എല്ലാ വേരിയബിളും അവൻ ഡിലീറ്റ് ചെയ്ത് കളയും. പക്ഷേ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹീപ്പിലെ വാല്യൂ ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഹീപ്പിലത്തെ വാല്യൂ തന്നെയാണ് മെയിനിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹീപ്പിലത്തെ വാല്യൂസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നമ്മൾ മെയിനിൽ നിന്ന് ആക്സസ് ചെയ്യാൻ നോക്കുമ്പോൾ അത് കോഡ് എറർ അടിക്കും. ഓക്കെ, സോ അതുകൊണ്ട് ഹീപ്പിലത്തെ വാല്യൂ ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഹീപ്പിൽ ഇതിങ്ങനെ നമ്മൾ എക്കാലത്തും വെക്കാനും പറ്റത്തില്ല. എപ്പോഴെങ്കിലും ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയണം. സോ അത് ഡിലീറ്റ് ചെയ്ത് കളയാൻ ജാവാസ്ക്രിപ്റ്റിൽ ഓടുന്ന ആ ഫംഗ്ഷനാലിറ്റിയാണ് ഗാർബേജ് കളക്ഷൻ. സോ ജാവാസ്ക്രിപ്റ്റ് ബേസിക്കലി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവൻ എല്ലാ സ്റ്റാക്കും നോക്കും. ഈ സ്റ്റാക്കിനകത്ത് ഉപയോഗിക്കാത്ത വല്ല വാല്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ അവൻ ഹീപ്പിനകത്ത് നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് എടുത്ത് കളയും. അതുപോലെ തന്നെ വേറെ ഗ്ലോബൽ വേരിയബിൾസ് ഒക്കെ ഉണ്ട്. അതിനകത്ത് അവൻ ഒക്കെ നോക്കിയ ശേഷം ഈ ഹീപ്പിനകത്ത് ഈ കാണുന്ന റെഫറൻസുകൾ എവിടെയും ഉപയോഗിക്കുന്നില്ലെങ്കിൽ അവൻ അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലീൻ ചെയ്ത് കളയും. ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ codemalayalam.in/mem എന്ന് പറഞ്ഞ ലിങ്കിൽ കിടപ്പുണ്ട്. തീർച്ചയായും കാണുക.